ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കും. കണ്ണൂർ പരിയാരത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എറണാകുളം കളമശ്ശേരിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. അതേസമയം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഡോക്ടേഴ്സിനെ പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KGMCTയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് കോൺഗ്രസ് തുടക്കമാണ്. ഈ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിലാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. സണ്ണി ജോസഫ് MLA അധ്യക്ഷനാവും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഈ മലബാർ മേഖലയിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മെഡിക്കൽ കോളേജായി പരിയാരം മെഡിക്കൽ കോളേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുതന്നെ കൊച്ചിയിൽ എറണാകുളത്തും സമാനമായ സമരം VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വ്യാപകമായ പ്രതിസന്ധി ഉണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ തെരഞ്ഞെടുത്തത്. 8 ശസ്ത്രക്രിയകൾ നടത്താനുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയകൾ വൈകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും ഇതൊരു വലിയ സമരമായി, വലിയൊരു നീക്കമായി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. എല്ലാ DCCകളുടെ നേതൃത്വത്തിലും എല്ലാ ജില്ലകളിലും സമരം നടത്താനും ആലോചനയുണ്ട്. ഇന്നിപ്പോൾ ഒരേ സമയത്താണ് സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ നടക്കുന്നത്. അത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ KC വേണുഗോപാൽ സമരത്തിന് തുടക്കമിടും. KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാസർഗോഡും അതുപോലെ തന്നെ വയനാടുമൊക്കെ ഈ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളായി ഉയർത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 36 ഡോക്ടർമാരെ നിയമിച്ചതിൽ 2 പേർ മാത്രമാണ് നിയമനത്തിന് തയ്യാറായത്. അവരാണ് ജോലിക്ക് തയ്യാറായത് എന്ന തരത്തിലുള്ള വ്യാപകമായ ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വ്യാപകമായ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ സമരത്തിന് ഇപ്പോൾ ഇന്ന് തുടക്കമിടുന്നത്. സംസ്ഥാന വ്യാപകമായ സമരം ഇന്ന് ആരംഭിക്കും. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.